പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആശംസിക്കുന്നു. മതപരിവർത്തന പദ്ധതികൾ RSSന്റെ ആത്മാർത്ഥ ആക്രമണങ്ങളും BJPയുടെ കപട പുന്നാരങ്ങളും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മുടെ കേരളത്തിൽ ക്രൈസ്തവരെ ചാക്കിടാൻ, അവരെ പ്രീണിപ്പിക്കാൻ ഇതര രാഷ്ട്രീയ പാർട്ടികളെക്കാൾ എല്ലാ ഉപായങ്ങളും BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തൃശ്ശൂരിൽ മാതാവിന് സ്വരൂപം ചാർത്തുന്നത് മുതൽ ക്രൈസ്തവരുടെ വീടുകളിൽ കേക്കുകളുമായി BJPയുടെ നേതാക്കന്മാർ കയറിറങ്ങുന്ന കാഴ്ച വരെ നമ്മൾ കാണും. എന്നാൽ അതൊരു വശത്ത് നടക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിലെ കേസരി, RSSന്റെ മുഖപത്രമായ കേസരി വാരികയിൽ ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന പേരിൽ ഒരു ലേഖനം വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നത്, ഇന്ത്യ രാജ്യത്തെ ക്രൈസ്തവ രാജ്യമാക്കാനുള്ള ശ്രമം നടക്കുന്നു. ഛത്തീസ്ഗഡിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്രൈസ്തവ രാജ്യം നിർമ്മിക്കുന്നതിനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ട കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ന്യായമാണ് എന്ന നിലയിലാണ് ആ ലേഖനത്തിന്റെ പോക്ക്. ഇവിടെ RSS എന്ന് പറയുന്ന അടിസ്ഥാന സംഘടന, മാതൃ സംഘടന, അത് അതിന്റെ പ്രത്യയശാസ്ത്രത്തിൽ, അതിന്റെ സിദ്ധാന്തപരമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരെ, സംഘടിതമായ വ്യവസ്ഥാപിതമായ മതപരിവർത്തന പദ്ധതികൾക്കെതിരെ RSS എടുക്കുന്ന നിലപാടുകൾ അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വളരെ ആത്മാർത്ഥമാണ്. എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ താൽക്കാലികമായ വോട്ട് ബാങ്കുകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന BJPയുടെ പുന്നാരങ്ങൾ വളരെ കപടമാണ്. ഈ കാപട്യവും RSSന്റെ ആത്മാർത്ഥതയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ, ചായം എത്ര തേച്ചാലും നീലക്കുറുക്കന് കൂവാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് പോലെ RSSന് അതിന്റെ താത്വിക നിലപാടുകൾ കൂടെ കൂടെ അത് ആർക്ക് അലോസരമായി തീർന്നാലും, തങ്ങളുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള BJPക്ക് അലോസരമായി തീർന്നാൽ പോലും അത് തുറന്നു പറയാതിരിക്കാൻ, എഴുതാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്നത്, പ്രതിസന്ധിയിലാകുന്നത്, ആത്മസംഘർഷം അനുഭവിക്കേണ്ടി വരുന്നത് കാസയുടെ ആൾക്കാരൊക്കെയാണ്. ഇവരെങ്ങനെ ഇത് ന്യായീകരിച്ചൊപ്പിക്കും, ക്രൈസ്തവരെ ഇത് എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ്. ഏതായാലും ഈ മതപരിവർത്തന പദ്ധതികൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇക്കാര്യത്തിൽ യാതൊരു അലട്ടലും ഇല്ല. കാരണം അങ്ങനെ ആളുകളെ മതം മാറ്റാൻ, മതപരിവർത്തനം നടത്താൻ ആഹ്വാനം ചെയ്യുന്ന സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിലില്ല. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന, യുക്തിദീക്ഷയോടും സതുപദേശത്തോടും കൂടി നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇത് മതം മാറ്റാൻ പറയുന്ന, മതപരിവർത്തനം നടത്താൻ നൽകുന്ന ഒരു ആഹ്വാനമല്ല. മറിച്ച് മനുഷ്യർ ഈ ലോകത്ത് ശാന്തിയോടും സമാധാനത്തോടും അതുപോലെ അക്രമരാഹിത്യത്തിൽ അധിഷ്ഠിതമായി, സാഹോദര്യത്തിൽ അധിഷ്ഠിതമായി, നീതിയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നതിന് ആവശ്യമായ ആ ഒരു മൂല്യബോധത്തിലേക്ക് ആളുകളെ പൊതുവായിട്ട് ക്ഷണിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ മതങ്ങളും എല്ലാ സമുദായങ്ങളും എല്ലാ നന്മയുടെ പ്രത്യയശാസ്ത്രങ്ങളും ഉദ്ഘോഷിക്കുന്നതാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെന്ന് ആൾക്കാരെ ഇങ്ങനെ കുളത്തിൽ മുക്കി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മുക്കി ഇങ്ങനെ മതത്തിൽ കൂട്ടി ഈ സമുദായത്തിലെ അംഗബലം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. മുസ്ലിം സമുദായത്തിന് അങ്ങനെ ഒരു പദ്ധതിയില്ല. മുസ്ലിങ്ങളുടെ ഉത്കണ്ഠ മുഴുവൻ മുസ്ലിങ്ങളിൽപ്പെട്ട ആൾക്കാരെ എങ്ങനെ കൂടുതൽ നന്നാക്കി തീർക്കാം എന്നുള്ളതാണ്. KT ജലീലിന്റെ വരുമാനം, അയാളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സംശുദ്ധമായിരിക്കണം എന്നുള്ള ഒറ്റ നിർബന്ധം മാത്രമേ PK ഫിറോസിനുള്ളൂ. PK ഫിറോസിന്റെ
ബിസിനസ്സുകൾ വളരെ സംശുദ്ധമായിരിക്കണം എന്ന ഒരൊറ്റ വാശിയ നിർബന്ധമേ ഷാഠ്യമേ KT ജലീലിനുള്ളൂ. ബാക്കി ഒരു മതത്തെ പറ്റിയോ മതക്കാരെ കുറിച്ചോ സമുദായത്തെ കുറിച്ചോ ഞങ്ങളുടെ സമുദായത്തിലെ പുന്നാര മക്കളായ അവർക്ക് യാതൊരു അലട്ടലും ഇല്ല എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. മുസ്ലിം സമുദായം 5 വഖത്ത് നിസ്കരിച്ചു കളയുന്നു എന്നുള്ളത് മാത്രമായിരുന്നു യശശരീരനായ ചേകന്നൂർ മൗലവിയുടെ ആ ഒരു വിഷമം. ചേകന്നൂർ മൗലവി 3 വഖത്തെ 3 നേരമേ നിസ്കരിക്കുന്നുള്ളൂ എന്ന പരാതി മാത്രമേ ഇതര മുസ്ലിങ്ങൾക്ക് ചേകന്നൂർ മൗലവിനെ പറ്റിയും ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ആളുകളെയൊക്കെ മതത്തിലേക്ക് കൂട്ടണം, മതപരിവർത്തനം നടത്തണം, അങ്ങനെ ഇവിടെ ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കണം എന്നുള്ള ചിന്ത മുസ്ലിങ്ങളിൽപ്പെട്ട ചേകന്നൂര് വിഭാഗം മുതൽ കാന്തപുരം ഉസ്താദ് വരെയുള്ള ആർക്കുമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ട്, കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള മുടി ഒറിജിനൽ മുടിയാണോ അതല്ല പ്ലാസ്റ്റിക്കിന്റെ മുടിയാണോ എന്നുള്ളതിലാണ് കാന്തപുരം ഉസ്താദും മറ്റ് മുസ്ലിം സംഘടനകളും തമ്മിലുള്ള തർക്കം. അതുപോലെ മുസ്ലിം സമുദായം എപ്പോഴും മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനകളും ആവർത്തിച്ച് പറയുന്നത് മൊത്തം മുസ്ലിം സമുദായം 73 പിരിയും. അതിൽ 72 നരകത്തിലാണ്, 1 മാത്രമേ സ്വർഗത്തിലുണ്ടാവുള്ളൂ, ഒരു ഗ്രൂപ്പ് മാത്രമേ സ്വർഗത്തിലുണ്ടാവുള്ളൂ, അത് ഞങ്ങളാണ് എന്നാണ് മുസ്ലിം സമുദായത്തിലെ ഓരോ വിഭാഗവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്രിസ്ത്യാനികളുടെ സ്വർഗത്തെ പറ്റിയോ ഹിന്ദുക്കളുടെ സ്വർഗത്തെ പറ്റിയോ ബുദ്ധന്മാരുടെ സ്വർഗത്തെ പറ്റിയോ ഞങ്ങൾക്ക് യാതൊരു അലട്ടലും ഇല്ല. നിങ്ങളെ മതപരിവർത്തനം നടത്തി ഇങ്ങോട്ട് തൊപ്പിയിടിച്ച് മാർക്കം ചെയ്യിച്ച് ഇങ്ങോട്ട് ഇവിടുത്തെ അംഗബലം കൂട്ടാനുള്ള യാതൊരു പദ്ധതിയും മുസ്ലിങ്ങളിലെ ഒരു സംഘടനയുടെയും പക്കലില്ല. മുസ്ലിം സമുദായത്തിലെ പ്രതിഭാശാലിയായ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് നോ വേക്കൻസി എന്നാണ്. എനിക്കും ഒന്ന് കാക്കായാവണം, മാപ്പിളയാകണം, മുസ്ലിം ആവണം എന്ന് പറഞ്ഞ ആളോട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് നോ വേക്കൻസി എന്നാണ്. കാരണം ഇവിടെ ആള് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗം ക്ലിയറാണ്. സർവോപരി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും ശുദ്ധ പ്രകൃതത്തിലാണ് ജനിച്ചു വീഴുന്നത്. ആ ശുദ്ധ പ്രകൃതം ഈ ബാഹ്യലോകത്തിന്റെ ഇടപെടൽ മുഖേന മലീമസമായി തീരാതിരിക്കാനുള്ള ജാഗ്രത എല്ലാ മതക്കാരും എല്ലാ സമുദായക്കാരും കൈക്കൊള്ളണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ ആത്മാവിനെ ശുദ്ധീകരിച്ചും വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടു. ഇതേ പറയാനുള്ളൂ. അതല്ലാതെ ആരും ഇങ്ങോട്ട് പറയണ്ട. ഇവിടെ ഈ ക്രൈസ്തവ രാജ്യം വരാൻ വേണ്ടിയിട്ടുള്ള വല്ല മതപരിവർത്തന പദ്ധതികളും ഉണ്ടോ എന്നുള്ളത് ക്രൈസ്തവർ വ്യക്തമാക്കുക. RSSന് നിങ്ങൾ സമാധാനിപ്പിക്കുക. അവരുടെ ആശങ്ക ന്യായമാണ്. എല്ലാവരും കൂടി ക്രിസ്ത്യാനികളായിട്ട് ക്രൈസ്തവ രാജ്യമായിപ്പോയി ദൈവരാജ്യം വരയണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് രാജ്യത്തെ പറ്റിയാണ് ഈ പറയണത്? ഈ രാജ്യം ക്രൈസ്തവ രാജ്യം ആവണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അതൊക്കെ RSSകാർക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കുക. ഖുർആനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിങ്ങൾ നീതി പുലർത്തണമെന്നും നന്മ ചെയ്യണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പൊ മനുഷ്യരുടെ ഇടയിൽ നീതി ഉണ്ടാകണം, അവര് നന്മ ചെയ്യണം. മറ്റു മനുഷ്യർക്ക് ഉപദ്രവകരമാവുന്ന വാക്കുകളോ പ്രവർത്തികളോ ഇടപെടലുകളോ ആളുകളിൽ നിന്നും ഉണ്ടാവരുത്. അങ്ങനെ ലാ ലററ വലാ ലിറാറ, സ്വയം ബുദ്ധിമുട്ട് സഹിക്കലുമില്ല, അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കലുമില്ല. അപ്പൊ ആരെങ്കിലും അങ്ങനെ മറ്റുള്ളവർക്ക് ശല്യമാക്കുന്നുണ്ടെങ്കിൽ എടാ അവിടെ നിന്ന് പുക വലിക്കരുത്, ആരെയും പറ്റിക്കരുത്, വഞ്ചിക്കരുത്, നുണ പറയരുത്, മാലിന്യം അവിടെ വലിച്ചെറിയരുത്, ആളുകളുടെ മേത്തേക്ക് തെറിക്കുന്ന തരത്തിൽ ബസ്സിൽ ഇരുന്നിട്ട് തുപ്പരുത്, ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾക്ക് ശല്യം ഉണ്ടാകുന്ന തരത്തിൽ സൈലൻസർ ഊരി വെച്ച് ആളുകളെ ഘോരമായ ശബ്ദം ഉണ്ടാക്കി ശല്യപ്പെടുത്തരുത്. ഇതാണ് നന്മ കൽപ്പിക്കൽ എന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്യണമെന്നേ ഖുർആൻ പറയുന്നുള്ളൂ. ആളുകളെ മതപരിവർത്തനം ചെയ്യിക്കണം എന്ന് പറയണില്ല. അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊന്ന RSSകാരെ നിങ്ങളൊന്നും പേടിക്കാനില്ല. അതുകൊണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ച് പേടിക്കാനുണ്ട് എന്നല്ലേ പറഞ്ഞത്, അവരെ പറ്റിയും പേടിക്കാനില്ല. തങ്കപ്പെട്ട സഹോദരന്മാരാണ്. എന്നെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്കറിയാവുന്ന എല്ലാ ക്രിസ്ത്യാനികളും പരോപകാരികളാണ്, സമർപ്പിത മനസ്കരാണ്. അവരെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല.
പക്ഷെ മതപരിവർത്തനം നടത്താൻ പറയുന്ന വല്ല സൂക്തങ്ങളോ പ്രവചനങ്ങളോ ബൈബിളിലുണ്ടോ ഇങ്ങനെയുള്ള ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ RSSന്റെ പ്രവർത്തകരെ നേതാക്കന്മാരെയൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതോടുകൂടി സംഗതിയൊക്കെ ക്ലിയർ ആകും. സമാധാനം ഇവിടെ പുലരും. ആശങ്കകളില്ലാതെ, വേവലാതികളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ നമുക്ക് വളരെ പ്രശാന്തിയോടുകൂടി ഇവിടെ ജീവിക്കാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്.